വാട്സപ്പിലേക്ക് വന്ന ഫോട്ടോ നോക്കി അവൾ ആ ഇരിപ്പ് തുടങ്ങിയിട്ട് ഏറെ നേരമായിരുന്നു. തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കൂടെ. തന്റെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. ജീവേട്ടൻ തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് അവൾ ഒരിക്കൽ പോലും കരുതിയില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഇത് 7 വർഷമായിരിക്കുന്നു. ഇതുവരെയും തങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല. അതിന്റെ വിഷമത്തിലായിരുന്നു ഇത്രയും നാള് അമ്പലവും വഴിപാടും ഒക്കെയായി തള്ളി നീക്കിയത്. അപ്പോഴൊക്കെയും ജീവേട്ടനാണ് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചത്. എല്ലാം ശരിയാകുമെന്നും നമുക്ക് താമസിക്കാതെ തന്നെ ഒരു കുഞ്ഞുണ്ടാകുമെന്നും. കാണിക്കാത്ത ഡോക്ടർമാരില്ലായിരുന്നു. രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും കുഞ്ഞുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു ഞാനും. പക്ഷെ ജീവേട്ടന്റെ പെരുമാറ്റത്തിൽ നിന്നും ഒരു കുഞ്ഞ് വേണമോ ഇല്ല അല്ലെങ്കിൽ അതിൽ ഒരു വിഷമം ഉള്ളതുപോലെയോ ഇതുവരെയും എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും കാലം ഞാൻ ധരിച്ചത് എന്നെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ആ പാവം എന്റെ മുന്നിൽ സന്തോഷം അഭിനയിക്കുന്നതാകുമെന്നാകും. എന്നാൽ ഇപ്പോൾ വാട്സപ്പിലേക്ക് വന്ന ഫോട്ടോസും വീഡിയോസും നോക്കി ഒരിക്കൽ കൂടി നെടുവീർപ്പിട്ടു ശിഖ. ഒരു ഗർഭിണിയായ സ്ത്രീ, ഒപ്പം തന്റെ ജീവേട്ടൻ, അവരൊരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നീട് ഏതോ ഒരു ഡോക്ടറുടെ ഒ പി റൂമിൽ നിന്നും രണ്ടുപേരും ഒരുമിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ഇത്രയും ആയാൽ സംശയത്തക്കതായി ഒന്നുമില്ല. പിന്നീട് ആ ഫോട്ടോസാണ് എന്നെ ആകെ തകർത്ത് കളഞ്ഞത്. അത് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആയിരുന്നു. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആതിര ജീവനെന്ന്. സാധാരണ സ്ത്രീകൾ ഭർത്താവിന്റെ പേരിലല്ലേ പേരിനൊപ്പം ചേർക്കാറുള്ളത്. ഇതുവരെ സ്നേഹത്തിന്റെ പ്രതിരൂപമായിരുന്നു ജീവേട്ടൻ. തന്നെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിക്കുമെന്ന് വിശ്വസിച്ചവൻ. പക്ഷെ ഇപ്പോൾ അയാളുടെ സ്നേഹപ്രകടനമെല്ലാം കപടമായിരുന്നു എന്ന് തോന്നി. ഇങ്ങനെയൊരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കുമോ തന്നിൽ ഒരു കുഞ്ഞ് പിറന്ന് കാണാൻ പോലും ആൾക്കൊരു താല്പര്യക്കുറവ് തോന്നിയത്? ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. തനിക്ക് വീഡിയോസും ഫോട്ടോസും അയച്ച നമ്പറിലേക്ക് ഒത്തിരി തവണയായി വിളിക്കാൻ നോക്കുന്നു. പക്ഷെ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അവളുടെ ഓർമ്മകൾ പതിയെ പുറകിലേക്ക് പോയി. അച്ഛന്റെ പെങ്ങളുടെ മകനാണ് ജീവൻ. ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു, ശ്വേതയും ശിഖയും. ആദ്യം ചേച്ചിയെ വിവാഹം കഴിപ്പിച്ചു. എല്ലാവരുമായും നല്ല ബന്ധമാണെന്ന് പറഞ്ഞിട്ടായിരുന്നു വേറൊന്നും ആലോചിക്കാതെ വിവാഹം കഴിപ്പിച്ചത്. പക്ഷെ വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് ആളൊരു മുഴുക്കുടിയനായിരുന്നു എന്നറിഞ്ഞത്. ചേച്ചി അയാൾ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ആ കുഞ്ഞകൻ ആകുന്നത് വരെയും അവൾ അത് ആരോടും പറഞ്ഞിരുന്നില്ല. അതിന്റെ ശേഷമാണ് അച്ഛൻ പോലും അറിഞ്ഞത്. പൊന്നുപോലെ നോക്കിയ മകളെ മറ്റൊരുത്തൻ വല്ലാണ്ട് ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയൊന്നും ആ പാവം അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛൻ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മോളെയും കുഞ്ഞിനെയും ഇനി താൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നീട് അച്ഛന് ഭയമായിരുന്നു. എന്റെ കല്യാണം അന്വേഷിച്ചപ്പോൾ മുന്നേ അറിയുന്ന ഒരാൾ മതിയെന്ന് പറഞ്ഞത് ഇതുപോലെ ചതി നടക്കരുത് എന്ന് അച്ഛൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതിനാലാണ്. അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ സെറ്റിൽഡായ പെങ്ങളോട് അച്ഛൻ കാര്യം അവതരിപ്പിക്കുന്നത്. അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. ജീവേട്ടനെ ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ വലിയ പരിചയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുറച്ചെറുക്കനെ കല്യാണം കഴിക്കാനുള്ള ജാള്യതയൊന്നും തോന്നിയില്ല. വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു ജോലി ഗുജറാത്തിലായിരുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് മാറി. 5-6 വർഷമായി ഇവിടെ തന്നെയാണ്. ജീവേട്ടനെ എനിക്ക് മതിപ്പായിരുന്നു. ചേച്ചിയുടെ തകർന്ന ജീവിതം കണ്ട് എനിക്ക് ജീവേട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ മനസ്സിലെ ഒരു വലിയ വിഗ്രഹമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞത്. അച്ഛനെക്കുറിച്ച് ഓർക്കും തോറും ഉള്ളു പിടഞ്ഞു. ചേച്ചി കുറേ നാൾ അച്ഛൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. പിന്നീട് ചേച്ചിയുടെ ഭർത്താവ് മാനസാന്തരം വന്ന് വിളിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ ജീവിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമായിരുന്നു. ഇനി തൻ്റെ ജീവിതം കൂടി ചതിയിൽപ്പെട്ടുവെന്ന് അറിഞ്ഞാൽ ആ മനസ്സ് അത് എങ്ങനെ എടുക്കുമെന്നുള്ള ടെൻഷനായിരുന്നു അവൾക്ക്. അന്ന് പതിവിലും ഇത്തിരി താമസിച്ചാണ് ജീവൻ വീട്ടിലെത്തിയത്. ഇരിക്കുന്നുണ്ടായിരുന്നു, ലൈറ്റ് പോലും ഇല്ലാതെ. അവളുടെ ഇരിപ്പ് കണ്ട് പന്തിയല്ലെന്ന് ജീവന് മനസ്സിലായി. എന്താണോ താൻ ലൈറ്റ് പോലും ഇടാതെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്ന് ചോദിച്ച് ജീവൻ അവളുടെ അടുത്തേക്ക് വന്നു. ഒന്നും മിണ്ടാതെ അവൾ ഫോൺ അയാൾക്ക് നേരെ നീട്ടി. അതിലുള്ള സീനുകൾ കണ്ടത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അയാൾക്ക്. അന്നൊരു രാത്രി മുഴുവൻ അവർ തമ്മിൽ ഒന്നും സംസാരിച്ചില്ല. അവൾ കസേരയിലെ ആ ഇരിപ്പ് പുലരുവോളം തുടർന്നു. അയാൾ മുറിയിൽ കയറി വാതിലടച്ചു. പിറ്റേ ദിവസം അയാൾ അവളുടെ മുന്നിൽ വന്ന് തല കുനിച്ചിരുന്നു. അവളുടെ മുഖത്തേക്ക് ശരിക്കും ഒന്ന് നോക്കാതെ അയാൾ പറഞ്ഞു തുടങ്ങി അയാളുടെ പ്രണയത്തെക്കുറിച്ച്. ഗുജറാത്തിൽ വന്നപ്പോൾ പരിചയപ്പെട്ടതായിരുന്നു അത്രേ അവളെ. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്തൊരു സാധു പെൺകുട്ടി ഋതു. അവളോടുള്ള സഹതാപം എപ്പോഴോ പ്രണയമായി വിരിഞ്ഞു. അവർ തമ്മിൽ അടുത്തു. അപ്പോഴാണ് തങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മ ബാംഗ്ലൂർക്ക് തിരിച്ചു വിളിച്ചത്. സ്വന്തം ആങ്ങളയുടെ മകളെ വിവാഹം ചെയ്യാൻ നിർബന്ധിച്ചത് അമ്മയുടെ പണിയാണ്. ഇല്ലെങ്കിൽ പിന്നെ അമ്മയെ കാണില്ലെന്ന് കൂടി പറഞ്ഞപ്പോൾ നിവർത്തിയില്ലാതെ സമ്മതിച്ചതാണ് ശിഖയുമായുള്ള വിവാഹത്തിന്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഋതു ഗർഭിണിയാണെന്ന്. എൻ്റെ വിവാഹം കഴിഞ്ഞതറിഞ്ഞ് അവൾ ഒത്തിരി കരഞ്ഞു. പക്ഷെ അവളെ കൈവിടാൻ ആ നേരം എനിക്ക് ആവുമായിരുന്നില്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞു തന്നെയായിരുന്നു അതിനുള്ള കാരണം. ആരും അറിയാതെ അവളെ ഞാൻ കുറച്ച് ദൂരെ കൊണ്ടുപോയി താമസിപ്പിച്ചു. അതിനുശേഷമാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് 6 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ഇപ്പോൾ രണ്ടാമത്തേതും. എല്ലാം ശിഖ ഒരു തളർച്ചയോടെ കേട്ടു. അതിനുശേഷം അവൾക്ക് കൂടുതലായി ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. എല്ലാം തുറന്നു പറഞ്ഞ് കസേരയിൽ ഇരുന്ന് കരയുന്ന ജീവനെ ഒന്ന് നോക്കി. എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് ഇറങ്ങി അവൾ. അത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടായിരുന്നു ജീവൻ. തൻ്റെ അമ്മാവൻ്റെ മകൾ അവൻ കടന്നു വന്നതിന് ശേഷം വല്ലാത്ത കുറ്റബോധമായിരുന്നു. മനസ്സിൽ എന്ത് വേണമെന്ന് അറിയില്ലായിരുന്നു. ഋതുവിനെ കൈവിടാനും വയ്യ. ശിഖയെയും താൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിന് അവൾ സങ്കടപ്പെടുന്നത് തന്നെ ബാധിക്കാത്തതിന് കാരണം ഋതുവിൽ തനിക്കുണ്ടായ മകളായിരുന്നു.
പക്ഷെ അപ്പോഴും ശിഖയുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അവൾ പോകാൻ തുടങ്ങുമ്പോൾ എന്താണ് അവളോട് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ഒന്നും മിണ്ടാതില്ലാതെ ഒരു കുറ്റവാളിയെ പോലെ അയാൾ തലകുനിച്ചു നിന്നു. പോകാൻ നേരത്ത് അവൾ തന്റെ താലൂരി അയാൾക്ക് കൊടുത്തു. ഇനി ഇതിന്റെ അവകാശി ഋതു മാത്രമാണെന്ന് പറഞ്ഞു. ജീവൻ എതിർക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ നടന്നകന്നു. ആരുടെ കയ്യിലാണ് തെറ്റെന്നൊന്നും ശിഖ ചിന്തിച്ചില്ല. ആരെയും കുറ്റപ്പെടുത്തിയതുമില്ല. തന്റെ അച്ഛൻ ഇതെല്ലാം എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ടെൻഷൻ മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പിന്നെ പതിയെ അവൾ ആശ്വസിച്ചു. അച്ഛന് തന്നെ മനസ്സിലാകുമെന്നും ഇതും ആ മനസ്സ് ഉൾക്കൊള്ളുമെന്നും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്